Oo. Sorry. അതിന്റെ ബേച്ചിലല്ല നിങ്ങൾ ഇപ്പം നിന്നോ ഓരോ അങ്ങ് നോക്കിയിരിക്കുന്ന അയ്യോ അതാരും വേറാരാ നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്ന ഓരോ കാണുന്നില്ല നിങ്ങൾ ലോകമുള്ള നാൾ വരെ ആരിത് പറയുന്നറിയില്ല
സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് സിന്ദാബാദ് വേറെ പതാകെ വേറെ പതാകെ വേറെ പതാകെ പാറ പതാകെ വാനി ഉയർന്ന് പറക്കും പതാകെ വാനി ഉയർന്ന് പറക്കുമ്പോ വാനി ഉയർന്ന് ഒന്ന് സാറേ ഒന്നാണ് സാറേ ഒന്നാണ് വർഗം ഞെട്ടട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് താങ്ക് യു യെസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിന് സഖാവിൻ്റെ പണി പൂർത്തീകരിച്ച് 1987 കേരളത്തിലെ എക്കാലത്തെ KP കേളപ്പൻ മന്ദിരം ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ഒരു ഇന്ദ്രജാല പ്രകടനം പോലെ ഈ താങ്ങായി നിന്നത് ഇന്ദ്രപ്രയ സഖാവ് പൊക്കേട്ടനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മെ പിരിഞ്ഞു പോയ സഖാവ് CP കൃഷ്ണേട്ടൻ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിരുന്നു. എന്നാൽ KP കേളപ്പൻ സ്മാരക മന്ദിരം ഇപ്പോൾ നവീകരിക്കാൻ കാരണം അതിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ ചില പ്രയാസങ്ങളായിരുന്നു. അതിനും ഞങ്ങൾക്ക് മാർഗദർശിയായിരുന്നത് വീരാൻകുട്ടി മാസ്റ്ററായിരുന്നു. ഗ്രന്ഥാലയവും പാർട്ടി ഓഫീസും രണ്ടായി കാണണമെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു. അത് ഞങ്ങൾ ശിരസ വഹിക്കുകയും ഈ ചെമ്മരത്തൂരിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഈ വേളയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സ്മാരക മന്ദിരം പടുത്തുയർത്താൻ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളല്ലേ, നിങ്ങൾക്കെന്തിനാണ് പൈസ? എന്നാൽ ഞങ്ങൾ ഹൃദയത്തോട് പറയുകയാണ്, ഒരാളുടെയും തെറ്റായ വഴികളിലൂടെ ഭരണത്തിൻ്റെ ഒരു സ്വാധീനവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഈ ചെങ്കൊടി ആരുടെ കാൽക്കീഴിൽ ഞങ്ങൾ താഴ്ത്തി വെച്ചിട്ടില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ നിന്ന് അവർ തൊട്ട് നൽകിയ സംഖ്യ സ്വരൂപിച്ചാണ് ഞങ്ങൾ ഈ കെട്ടിടം പുനർനിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നവീകരിച്ച കെട്ടിട ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് മുല്ലക്കരയാണ്. വാക്കുകളെ പൂക്കളാക്കുന്ന മുല്ലക്കര എന്നാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്.
കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷിമന്ത്രിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ടുള്ള സഖാവ് മുല്ലക്കരയെ ഈ നാടിനു വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഖാവ് ബിനോയ് വിശ്വമായിരുന്നു ഈ വേദിയിൽ എത്തിച്ചേരേണ്ടിയിരുന്നത്. സഖാവിനെ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇന്ന് നേരിട്ട് ഹാജരാകേണ്ടതുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയാത്തതെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രന്ഥാലയം ചെമ്മരത്തൂരിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് ഒരു നാന്ദിയാകേണ്ടതാണ്. പുതിയ തലമുറയിലേക്ക് അക്ഷരത്തിൻ്റെ വെളിച്ചമെത്തിക്കാൻ വേണ്ടിയാണ് നാം ഈ ഗ്രന്ഥാലയം ആരംഭിച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥാലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ കവിയും പ്രഭാഷകനും ചെമ്മരത്തൂർക്കാർക്കെല്ലാം സുപരിചിതൻ, നിരവധി തവണ ചെമ്മരത്തൂരിൽ വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ നമ്മുടെ യുവകലാസാഹിതിയുടെ സംസ്ഥാന ക്യാമ്പ് നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. അതോടൊപ്പം നിരവധി തവണ ചെമ്മരത്തൂരിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനുമായിട്ടുള്ള എം ഫസീന്ദ്രനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ അതാണ് എടുത്ത് പറയേണ്ടത്. ഞങ്ങളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ഞങ്ങളൊരു വീട്ടിൽ പോയിട്ട് ഇതിനു വേണ്ടി സംഭാവന ചോദിച്ചപ്പോൾ അവിടെ കുടുംബനാഥ മാത്രമേ ഉള്ളൂ. അവർ തന്ന സംഭാവനയുമായി ഞങ്ങൾ റെസീറ്റ് ചേർത്ത് കൊടുത്തു. ഞങ്ങളെയൊക്കെ ആവേശക്കൊള്ളിച്ചൊരു സംഭവമായതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. അവരുടെ ഭർത്താവ് വീട്ടിലെത്തിയിരുന്നു. അവർ സംഗതി പറഞ്ഞപ്പോൾ CPIയുടെ ഫണ്ടാണ്, CPIക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അയാൾ ചോദിച്ചെന്താണ്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, ഞാൻ വന്നിട്ട് കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചു. ഞങ്ങളെ വിളിച്ചിട്ട് അദ്ദേഹം വലിയൊരു എമൗണ്ട്, ഏതാണ്ട് ആദ്യത്തെ 150 രൂപയാണ് ആ സ്ത്രീയുടെ ഒരു പരിധിയിൽ വെച്ച് ഞങ്ങൾക്ക് 1000 ഉറുപ്പിക സംഭാവന ഇരുന്നത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, 1000 ഉറുപ്പിക സംഭാവന ഇരുന്നത്. ഇതുപോലെ ഞാനെന്താ പറയുന്നത്, ചെമ്മരത്തൂരിൻ്റെ എല്ലാ മുക്കിലും മൂലയും ഞങ്ങൾ 4-5 സ്ക്വാഡുകളായി നാട് ചുറ്റിയപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വളരെ സ്നേഹപൂർവ്വമാണ് ഞങ്ങൾക്ക് വലിയൊരു സംഖ്യ തന്നത്, ഞങ്ങളങ്ങനെ സ്വരൂപിച്ചത്. അതുകൊണ്ടാണ് ഈ കെട്ടിടം ഞങ്ങൾ അതിൻ്റെ മുകൾ നിലയിൽ നന്നായിട്ട് പണി ചെയ്തു. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായ അൽമാരകൾ വാങ്ങി. അങ്ങനെ പലതും ചെയ്യാനും ഞങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാനും ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ജനങ്ങൾ ഞങ്ങളോട് പൂർണ്ണമായി സഹകരിച്ചു. അതിൻ്റെ ആധികാരികമായ വ്യക്തിത്വവും വളർത്തിയെടുത്ത ധാരാളം നേതാക്കന്മാർ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഈ സംരംഭത്തോട് ഇവിടെ പറഞ്ഞതുപോലെ സ്നേഹപൂർണ്ണമായി സഹകരിച്ച ധാരാളം വീട്ടമ്മമാരും നാട്ടുകാരും തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും യുവതികളും യുവാക്കളുമൊക്കെയായ ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു കൂട്ടം മനുഷ്യരെ ഒരു നന്മയുള്ള കാര്യത്തിന് ഭാഗവാക്കാകാൻ ഇറങ്ങിത്തിരിച്ചാൽ എങ്ങനെയാണ് അവരെല്ലാം അതിനോട് സഹകരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഓഫീസും അതിനകത്തെ ലൈബ്രറിയും അതിനോടുള്ള ജനങ്ങളുടെ എല്ലാ
നന്മയുടെ വഴികളും ഒഴുകിയെത്തുന്നത് പോലെ എത്തിച്ചേർന്ന സഹകരണം. അതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക. ഇതിൻ്റെ സംഘാടകരെയും അവരുടെ അഭ്യർത്ഥന മാനിച്ച് സഹകരിച്ചവരെയും പലതരത്തിൽ സഹായിച്ചവരെയും എല്ലാം അഭിനന്ദിക്കുകയാണ്. എന്നെ നിർബന്ധപൂർവ്വം ഈ പരിപാടിക്ക് വിളിച്ചത് ബാലൻ മാസ്റ്ററാണ്. ഞാനും സത്യനുമൊക്കെ യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന കാലത്ത് ഞങ്ങൾക്ക് പരിചയമുള്ളവരും സഹകരിച്ചവരും അതിൻ്റെ ത്യാഗമെന്ന് പറയാവുന്ന, അത് ത്യാഗമെന്ന വാക്കിൽ, കാരണം അന്നൊരു നേരം പട്ടിണി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ്. അന്ന് തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരം ചെയ്ത് 2 അടി കിട്ടുന്നതൊരു അഭിമാനമാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം നടക്കുന്നത് കാലിൽ തേയുന്നതല്ല, ഈ നാടിനെ അറിയുന്നതാണ്, നമ്മളെ നാട്ടുകാരും അറിയുന്നതാണ്. അത്തരം ഒരു ബന്ധത്തിലെ മനസ്സിൽ നിന്ന് മാച്ച് കളയാൻ പറ്റാത്ത ഒരു സൗഹൃദം ഈ ബാലൻ മാസ്റ്ററുമായിട്ടുണ്ട്. അപ്പം ബാലൻ മാസ്റ്റർ ഇങ്ങനെ നിർബന്ധമായി വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ ആരോഗ്യമൊന്നുമില്ല, ഇങ്ങനെ യാത്ര കടന്നു വന്ന് പ്രസംഗിച്ച് പോകാനെങ്കിലും ബാലൻ മാസ്റ്ററുടെ ഒരു സൗഹാർദ്ദപൂർണമായ സമ്മർദ്ദം ഉണ്ടായാൽ ഒഴിയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ബിനോയി ഏറ്റ ഒരു പരിപാടിയിൽ ഇവിടെ വന്നു ചേരുകയായിരുന്നു. തീർച്ചയായിട്ടും വന്നു ചേരുന്നതിൽ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ അതൊരുപാട് അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു മൂലധനം മനസ്സിൽ നിക്ഷേപിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും അങ്ങനെയാണ്. ഒരു ഗ്രാമത്തിൽ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ യൂത്ത് ഫെഡറേഷൻ്റെയോ മറ്റു വികസന സംഘടനകളുടെയോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണയുള്ള ഏറ്റുമുട്ടലാണ് ഇന്ന് ലോകത്ത്. ആ ഏറ്റുമുട്ടലിൽ താൽക്കാലികമായിട്ടെങ്കിലും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ലോകത്ത് മുൻകൈ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കയിൽ ട്രംപ് ജയിച്ചത്, ഇന്ത്യയിൽ നരേന്ദ്രമോദി ജയിച്ചത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വലതുപക്ഷ വർഗീയ സ്വഭാവമുള്ള മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വിത്തിട്ട് അതിൻ്റെ ഒരു മുള പൊട്ടി വളരുന്ന സാഹചര്യത്തിൽ അവരെല്ലാം ജയിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ജയിക്കാനുള്ള കാരണമായി എല്ലാവരും പറയുന്നത്, അദ്ദേഹം അമേരിക്കക്കാരോട് പറഞ്ഞു അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ്. അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണെന്ന് തോന്നിയാൽ നമുക്ക് തോന്നും അതിലൊരു ശരിയുണ്ടെന്ന്. ഈ അമേരിക്കക്കാരെന്ന് പറയുന്ന ട്രംപ് ഉദ്ദേശിക്കുന്നവർ അമേരിക്കയിൽ എത്തിയിട്ട് ഒരു 3-4 നൂറ്റാണ്ടേയാവും. യഥാർത്ഥ അമേരിക്കക്കാരനെ വംശനാശം വരുത്തിയാണ് ഇന്ന് ട്രംപ് അമേരിക്കക്കാരെന്ന് പറയുന്നവരെ അവിടെ സർവാധികാരത്തിൻ്റെ കിരീടം എടുത്ത് വെച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വികാരം ഉണ്ടായി, ഞങ്ങൾക്കുള്ളതല്ലേ അമേരിക്ക. അതുകൊണ്ട് ട്രംപ് പറഞ്ഞു, നിങ്ങളെ തൊഴിലില്ലാതാക്കുന്ന, നിങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുന്ന, നിങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാവരെയും പുറത്താകും. അതാണ് ഏറ്റവും വലിയ വർഗീയത. അതൊരു വിഭജനമാണ്. ആ വിഭജനം ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരായ അമേരിക്കക്കാരുടെ ഉള്ളിൽ ഉണ്ടായ, ഒരു കാലത്ത് ഉണ്ടാക്കാൻ പാടില്ലാത്ത വിഷമാണ് ട്രംപിൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയത്. ഇത് തന്നെയാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ വിജയത്തിനും വഴിയൊരുക്കിയത്. ഇത് തന്നെയാണ് ഡൽഹിയിൽ BJP വിജയത്തിനും വഴിയൊരുക്കിയത്. അപ്പം ഈ രാഷ്ട്രീയത്തെ എങ്ങനെ തോൽപ്പിക്കും? ഈ രാഷ്ട്രീയത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞതാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഐശ്വര്യപൂർണമായ ലോകം സൃഷ്ടിക്കാൻ വേണ്ടി സമർപ്പിതമായി കൊടുത്ത രക്തസാക്ഷിത്വങ്ങളുടെ ആകത്തുക. അതിൽ നിന്നാണ് ലോകത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായത്.
ഒരു സോഷ്യലിസ്റ്റ് ചിന്തയുണ്ടായത്. നിന്റെ ദുഃഖം എൻ്റെ കൂടി ദുഃഖമാണെന്ന തോന്നൽ മനുഷ്യനുണ്ടാക്കിയത്. നീ ഞാനും ഈ സമൂഹത്തിൽ ഒരു കാറ്റിൻ്റെ, ഒരു മഴയുടെ, ഒരു വെയിലിൻ്റെ, ഒരു സൂര്യൻ്റെ, ഒരു മാനത്തിൻ്റെ, ഒരു ഭൂമിയുടെ അവകാശികളാണെന്ന ചിന്ത യേശുദേവൻ പണ്ടേ പറഞ്ഞതാണ്. ബുദ്ധൻ അതിന് മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ അത് പ്രായോഗിക മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ മാർക്സിൻ്റെ ഒരു ദർശനം വേണ്ടിയുണ്ട്. അതിൻ്റെ പേരിൽ ജനിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടി വന്നു. ലോകത്തൊട്ടാകെ അതിൻ്റെ ചിന്തകൾ പടർത്തുന്ന ഒരുപാട് തരത്തിലുള്ള കവിതകളും കഥയും നോവലുകളും സിനിമയും നാടകവും ഒക്കെ വേണ്ടി വന്നു. അങ്ങനെയാണ് ലോകം മാറിയത്. ആ മാറിയ ലോകത്താണ് മനുഷ്യൻ ഒന്നിച്ചത്. അവരോടാണ് മാർക്സ് പറഞ്ഞത്, സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് വെച്ചാൽ വല്ല അധ്വാനിക്കുന്നവരെ, വിയർക്കുന്നവരെ നിങ്ങളൊന്നൊന്നിക്കാൻ. പക്ഷേ ആ സർവ്വരാജ്യ തൊഴിലാളികൾ സർവ്വരാജ്യത്തും ബോധപൂർവം കോർപ്പറേറ്റുകൾ അവരെ ഭിന്നിപ്പിക്കുകയാണ്. അതിലവർ വിജയിക്കുകയാണ്. പക്ഷേ മാർക്സ് പറയാത്ത, ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന് മാർക്സ് കരുതിയ ലോക മുതലാളിത്തം കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഒന്നിക്കുകയാണ്. അപ്പോൾ ഒന്നിച്ച ഒരു മുതലാളിയാണ് ഇന്ന് ലോകത്തുള്ളത്. ഭിന്നിക്കുന്ന തൊഴിലാളി വർഗമാണ് ഇന്ന് ലോകത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായി താൽക്കാലിക വിജയമെങ്കിലും അവർക്കാണ്. ആ വിജയത്തിൻ്റെ സൃഷ്ടിയാണ് ട്രംപ് മുതൽ നരേന്ദ്രമോദി വരെ. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇന്നോ നാളെ അങ്ങോട്ട് ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോവുകയാണ്. ട്രംപ് എന്താണ് ചെയ്യുന്നത്? അമേരിക്കയിലെ വെളുത്തവനായ, പണ്ട് അവിടെ പോയി അതിക്രമം നടത്തി ആധിപത്യം സ്ഥാപിച്ച തലമുറയിൽപ്പെട്ടവരുടെ പരമ്പരയാ വന്നു ചേർന്ന ആ ബോധം ഉൾക്കൊണ്ട മനുഷ്യൻ്റെ മനസ്സിലെ ക്രൂരതയെ ഉണർത്തുകയാണ്. ആ ഉണർത്തുന്നത് കൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, ഇനി ലോകത്തിലെ പാവപ്പെട്ടവൻ, ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും രോഗികളായ മനുഷ്യനെ സൗജന്യമായി മരുന്ന് കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ UN നിർദ്ദേശിക്കുന്ന ലോകാരോഗ്യ സംഘടനയ്ക്ക് ഞാൻ പണം കൊടുക്കുകയില്ല, അമേരിക്ക പണം കൊടുക്കുകയില്ല. ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വടിയെടുത്ത് തുടങ്ങിയാൽ അത് സാധാരണ മനുഷ്യൻ്റെ തലമണ്ടയിൽ പതിക്കും എന്നുറപ്പാണ്. അതാണ് പതിച്ചു തുടങ്ങിയത്. ഇപ്പം ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങൾ പലതും പറയുന്നു ഞങ്ങളും കൊടുക്കുകയില്ല. ഈ ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് പറയാനുള്ള അർഹത അവർക്കില്ല. കാരണം ആഗോളവൽക്കരണ കാലത്ത് ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യാനുള്ള വഴികൾ നിയമത്തിലൂടെ തന്നെ ഈ രാജ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യുന്നത് ഇന്ന് അറിവ് കൊണ്ടും സയൻസ് കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടാണ്. അതില്ലാത്ത രാജ്യങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യും. ആ ചൂഷണത്തിന് ഒരുപാട് വിധേയമാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മൊത്തം വിധേയമാകുന്ന ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഏതാണ്ട് ചില ചെറുത്ത് പൊഴിച്ചാൽ ബാക്കി വിധേയമാകുന്ന ഒരു ഭൂഖണ്ഡമാണ് ഏഷ്യ. ആ മനുഷ്യരെ ചൂഷണം ചെയ്ത് അത് സർവരും കൈയടക്കി ആ ചൂഷണത്തിന് വിധേയമായി ജീവിതത്തിൽ ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ രോഗികളായി പോകുന്ന മനുഷ്യർക്ക് സൗജന്യമായി ചില അവരുടെ രോഗത്തിനുള്ള ഒരു ചികിത്സയോ ഒരു മരുന്നോ ഒക്കെ കിട്ടും. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഒരമ്മ വീട്ടിലെ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ ശുശ്രൂഷിക്കുന്നത് പോലെ ലോകത്തോടൊപ്പം നടക്കാൻ പറ്റാത്ത, ലോകത്തോടൊപ്പം ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത മനുഷ്യരെ കൂടി പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം ലോകത്തിനുണ്ട്. അത് UN അംഗീകരിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് ട്രംപ് പിന്മാറുന്നത്. ട്രംപിന് പിന്നാലെ പലരും പിന്മാറുന്നത്. എന്നിട്ട് ട്രംപ് പറഞ്ഞത് അനുസരിക്കാൻ അവിടുത്തെ മനുഷ്യർ, ഇപ്പം ഇന്ത്യക്കാരെ മാത്രമല്ല പലരെയും അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരിക്കും. അവിടെ ചെന്ന് പെട്ടതിൽ കുറ്റവാളികളുണ്ടായിരിക്കാം, പാസ്പോർട്ട് ഇല്ലാത്തവരും വിസ ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം, മറ്റു പലരും ഉണ്ടായിരിക്കാം. പക്ഷേ അവർ മനുഷ്യരാണ്. അതിൻ്റെ ശരിയായ കാരണങ്ങൾ അറിയേണ്ടതാണ്.
എങ്ങനെയാണ് അവർ അവരെ എത്തിയതെന്ന് കണ്ടെത്തേണ്ടതാണ്. ആ മനുഷ്യരെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അവരെ ട്രംപ് ചെയ്ത് അവരുടെ കയ്യും കാലും ചങ്ങലക്കിട്ട് ഒരു മനുഷ്യന് കൊടുക്കാനുള്ള എല്ലാ അന്തസ്സും നിരാകരിച്ച് അവരെ പ്രത്യേക പട്ടാളക്കാരുടെ വിമാനത്തിൽ അനങ്ങാൻ സമ്മതിക്കാതെ അപമാനിച്ച് ഒരു രാജ്യത്ത് അവർ കൂടുതലുള്ള ഒരു എയർപോർട്ടിൽ, അത് പഞ്ചാബിലാണ്, കൊണ്ടുവന്നിറക്കുകയാണ്. ഇതാണ് പുതിയ ലോകം. ഇതിനെയാണ് വലതുപക്ഷ ലോകം എന്ന് പറയുന്നത്. ഈ വലതുപക്ഷ താല്പര്യങ്ങൾ ഉയർത്താൻ പണ്ടില്ലാത്ത ചില കളികൾ കളിക്കുന്നുണ്ട്. മുതലാളിത്തം അങ്ങനെയല്ല. മുതലാളിത്തം പല വഴിയിലൂടാണ് നിങ്ങളുടെ മനസ്സിൽ അവൻ്റെ നിക്ഷേപം അവൻ തന്ത്രപൂർവം നിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി കൂട്ടായ്മയെ തകർക്കുക എന്നതാണ്. ഏതെങ്കിലും ജനതയ്ക്കുള്ളിൽ ഒരു ഐക്യം രൂപപ്പെട്ടു വരുമെങ്കിൽ അതിനകത്ത് ഭിന്നിപ്പിക്കാനുണ്ടാവാനുള്ള വിഷം ആശയപരമായി അവൻ സംഭാവന ചെയ്യും. സത്യത്തിൽ മുതലാളിത്തത്തെ മാർക്സ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ, മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ, ഏംഗൽസ് ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ലോകത്ത് തൊഴിലാളിയെയും രാജ്യങ്ങളെയും കർഷകരെയും സർവരെയും പലതരത്തിൽ വർഗീയതയുടെ ടൂൾ ഉപയോഗിച്ച് ഭിന്നിപ്പിക്കുന്ന മുതലാളിത്ത തന്ത്രത്തെ നേരിടാനുള്ള പുതിയ ആശയത്തിൻ്റെ ഒരു വെളിച്ചം അവർ തരുമായി. ഇന്ന് ലോകത്തിലെ മുതലാളിത്തം ചെയ്യുന്നത് ബുദ്ധിജീവികളെല്ലാം അവർ വിലയ്ക്ക് മേടിക്കും. മാർക്സിൻ്റെ കാലത്ത് അത് പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വിലയ്ക്ക് മേടിക്കാനുള്ള ശക്തി മുതലാളിത്തത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കെന്നഡി ഒരിക്കൽ അമേരിക്കയിലെ പത്രക്കാരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുതലാളിമാരോട്, പ്രത്യേകിച്ച് പത്രമുതലാളിമാരോടും മാർക്സിന് ഇത്രയേറെ വിരോധം ഉണ്ടാവാനുള്ള കാര്യം അദ്ദേഹം സഹിച്ച വേദനയാണ്. എന്നിട്ട് കളിയാക്കി കെന്നഡി പറഞ്ഞു, നിങ്ങളന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ജോലിക്കൊന്നും പോകാതെ ലേഖനമെഴുതി നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ തന്ന് നിങ്ങളത് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ചെറിയ ഓണറേറിയം ഒരു 3 ഇരട്ടി കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ മരിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ അങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് അദ്ദേഹത്തിന് ഇത്രയേറെ വിരോധം ഉണ്ടാകത്തില്ലായിരുന്നു. കളിയാക്കിയാണ് പറഞ്ഞതെങ്കിലും അതിലൊരു സത്യമുണ്ട്. അന്ന് ബുദ്ധിജീവികളെ വിലക്കെടുക്കാനുള്ള തന്ത്രമൊന്നും മുതലാളിത്തത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വതന്ത്രമാണോ? ഇനി സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാതിരിക്കാനുള്ള തന്ത്രം അവരാവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാം ലോക കോർപ്പറേറ്റുകളുടെ കൈവശമോ അവരെ നിയന്ത്രണത്തിലുള്ളവരുടെ കൈവശമോ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിലും CPM-ൻ്റെ സമ്മേളനത്തിലും ഒന്നും പാർട്ടി നേതാക്കൻ വന്ന് പറയുന്നതല്ല ആളുകൾ വിശ്വസിക്കുന്നത്. വൈകിട്ട് നേരത്ത് നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളും പിന്നെ പ്രിൻ്റ് മാധ്യമങ്ങളും പറയുന്നതാണ്. ആ മുതലാളിത്തത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് ലോകത്തിലെ ഭരണാധികാരികൾ. അല്ലാതെ ട്രംപ് മുതലാളിമാരെ നയിക്കുകയല്ല, മസ്ക് ട്രംപിനെ നയിക്കുകയാണ്. നരേന്ദ്രമോദി അദാനിയെ നയിക്കുകയല്ല, അദാനി നരേന്ദ്രമോദിയെ നയിക്കുകയാണ്. അതായത് ലോകത്തിലെ ഭരണാധികാരികളെല്ലാം വമ്പൻ കോർപ്പറേറ്റുകളുടെ കാര്യസ്ഥന്മാരാണ്. ഈ പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കേരളത്തിൽ 24% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ആ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 94% വോട്ട് ചെയ്യാൻ പോകുന്നവരാണ്. എന്നാൽ 30 വയസ്സിന് താഴെയുള്ളവരിൽ 45% വോട്ട് ചെയ്യാൻ പോകാത്തവരാണ്. അപ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മുടെ ചെറുപ്പത്തെ അവർ കൈവശപ്പെടുത്തി. ആ ചെറുപ്പത്തിൽ വലിയൊരു പങ്ക്, കൗമാരക്കാരിൽ വലിയൊരു പങ്ക് ഗ്രാമങ്ങളിൽ പോലും മയക്കുമരുന്നിൻ്റെ പിടിയിലാണ്. പലരും വീടുകാരറിയാതെ അതിൻ്റെ കണ്ണികളാണ്. അത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ. സ്വാഗതം ചെയ്യുന്നു.
ഈ ചടങ്ങ് മുല്ലക്കരയാണ്. വാക്കുകളെ പൂക്കളാക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ കൃഷിമന്ത്രിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സഖാവ് ബിനോയ് ആയി ബന്ധപ്പെട്ട ഒരു കേസ് ഇന്ന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. പുതിയ തലമുറയിലേക്ക് അക്ഷരത്തിന്റെ വെളിച്ചം എത്തിക്കാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ആ ഗ്രന്ഥാലയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രഗത്ഭനായ കവിയും പ്രഭാഷകനും ചെമ്മരത്തൂർക്കാർക്കെല്ലാം സുപരിചിതൻ സാഹിതിയുടെ സംസ്ഥാന ക്യാമ്പ് നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. ഇത്തവണ ചെമ്മരത്തൂരിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനും ഇതെനിക്ക് കൂടി കയറാവുന്നതാണെന്ന് തോന്നുന്നു. നിലവിലൊരു പാർട്ടി ഓഫീസ് വി രാഘവൻ ഉണ്ടാക്കുന്ന അവകാശം എന്ന് പറഞ്ഞു. വലിയ പാർട്ടി ഓഫീസ് ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയ